യൂസർ രജിസ്ട്രേഷന്റെ നാലാം ഭാഗത്തേക്ക് സ്വാഗതം. നമ്മൾ ഈ പ്രോസസ്സിലൂടെ സഞ്ചരിക്കുന്നു. നമ്മൾ യൂസർ നെയിം, പാസ്വേഡ് എന്നിവയ്ക്കായി സെക്യൂരിറ്റി ചെക്കിംഗ് ഉപയോഗിക്കുന്നു. ഞാൻ കുഴപ്പത്തിലായെങ്കിൽ എന്നെ അറിയിക്കുക. യൂട്യൂബ് വഴി ഒരു ഇമെയിലോ കമാൻഡോ ഇടുക. രജിസ്റ്ററിംഗ് അവർ യൂസർ എന്ന പ്രോസസ്സിൽ പ്രവേശിക്കുന്നു. ആദ്യം നമ്മുടെ ഡാറ്റാബേസ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ ടേബിൾ ഓപ്പൺ ചെയ്ത വാല്യൂസ് ഇൻപുട്ട് ചെയ്യുവാൻ പോകുന്നു. ഇത് വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിനാൽ ഒന്നാമതായി ഞാൻ സക്സസ് എന്ന ഒരു മെസ്സേജ് എഴുതുവാൻ പോകുകയാണ്. ഞങ്ങളുടെ പേജിലേക്ക് തിരികെ പോകുക. ഞാൻ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാതും വീണ്ടും പരിശോധിക്കുന്നു. അതിനാൽ ഞാൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുകയും പ്ലീസ് ഫിൽ ഇൻ ഓൾ ദ ഫീൽഡ്സ് എന്ന് പറയുന്നു. ഞാൻ വെറൈറ്റി ഫീൽഡ്സ് ഫിൽ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോഴും ഒരു മെസ്സേജ് ആണ്. അതിനാൽ ഞാൻ അലക്സ് എന്ന് ടൈപ്പ് ചെയ്യുവാൻ പോകുന്നു. എന്നിട്ട് ഞാൻ എന്റെ യൂസർ നെയിം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക. ഞാൻ എബിസി എന്ന പാസ്വേഡ് തിരഞ്ഞെടുക്കാൻ പോകുന്നു. അടുത്തത് ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യും. അതിനാൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ പാസ്വേർഡ്സ് ഡു നോട്ട് മാച്ച് എന്ന് പറയും. അതിനാൽ സ്ക്വയറിലേക്ക് തിരിച്ചു പോകുക. നമ്മൾ അലക്സ് ഗാരറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഒരു യൂസർ നെയിം തിരഞ്ഞെടുക്കും. എബിസി എന്ന ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കുന്നു. ഇത് 6 ക്യാരക്ടേഴ്സിനു താഴെയാണ്. ഞാൻ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് മസ്റ്റ് ബി ബിറ്റ്വീൻ 25 ആൻഡ് 6 characters. അതിനാൽ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് അലക്സ് ഗാരറ്റ് എന്ന ഫുൾ നെയിം, അലക്സ് എന്ന എന്റെ യൂസർ നെയിമും ആണ്. പാസ്വേഡ് ഒരു ഫുൾ ലെങ്ത് പാസ്വേഡ് ആയിരിക്കും. 6-ലധികം characters. ഞാൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ അത് കാണുന്നു. Length of the username or full name is too long എന്നതായി കാണാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെക്സ് വേണമെന്ന് എഴുതാം. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വയ്ക്കും. ഇപ്പോൾ വിജയകരമായ ഒരു ഫോം വാലിഡേഷൻ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ യൂസറിനെ രജിസ്റ്റർ ചെയ്യുന്നത് തുടരും. ഇപ്പോൾ ഈ ഫോം വാലിഡേഷൻ നല്ലതല്ല. നമുക്ക് ഒരു എറർ നേരിട്ടാൽ ഈ ഫീൽഡുകൾ അപ്രത്യക്ഷമാകും. അവ പോയി. യൂസർ വീണ്ടും ടൈപ്പ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത്? നമുക്ക് നമ്മുടെ ഫുൾ നെയിമും യൂസർ നെയിമും പാസ്വേഡ് വേരിയബിൾ എന്നിവ ലഭിച്ചിരിക്കുന്നു. ഈ PHP പേജ് നോക്കിയാൽ ഇവിടെയുള്ള HTML കോഡിലേക്ക് നമുക്ക് PHP ഉൾപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ഫുൾ നെയിമിന് കീഴിൽ വാല്യൂ ഇൻസൈഡ് ബോക്സിന് ഈക്വൽ ആണെന്നും PHP ടാഗ് ഓപ്പൺ ചെയ്യുവാനും കഴിയും. ഉള്ളിലെ PHP ടാഗ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഞാൻ യൂസർ നെയിം അല്ലെങ്കിൽ ഫുൾ നെയിം എന്നത് എച്ചോ ചെയ്യുന്നു. ഞാനിത് നമ്മുടെ യൂസർ നെയിം ഉപയോഗിച്ച് ചെയ്യും. അതിനാൽ വാല്യൂ PHP ടാഗുകൾക്ക് ഈക്വലും PHP ടാഗുകൾ ക്ലാസ് ചെയ്ത യൂസർ നെയിം എച്ചോ ഔട്ട് ചെയ്യുക. ലൈൻ ടെർമിനേറ്റർ അവിടെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഇവിടെ റിഡിക്കുലസ് ആയ ലോങ് നെയിം തിരഞ്ഞെടുക്കാമെന്നും അലക്സ് എന്ന യൂസർ നെയിം തിരഞ്ഞെടുക്കുകയും ചെയ്യാം എന്ന് പറയുക. നിങ്ങളുടെ പാസ്വേഡുകൾ സ്റ്റോർ ചെയ്യുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അത് യൂസറിന് വിട്ടേക്കുക. എനിക്ക് ലോങ് യൂസർ നെയിം കിട്ടി. അതുകൊണ്ട് എറർ ഉണ്ടാക്കും. ഞാൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ നെയിം, യൂസർ നെയിം എന്നിവ സൂക്ഷിക്കുന്നു. അത് ഒരു റൂൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു എറർ ലഭിച്ചാൽ നിങ്ങളുടെ യൂസർ നെയിം, ഫുൾ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർനെയിം എന്നിവ റീടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫോമിൽ എത്രത്തോളം ഫീൽഡ്സ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പേര് വീണ്ടും ടൈപ്പ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ PHP ടാഗ്സ് എച്ചോ ചെയ്യുന്നു. HTML ഇൻപുട്ട് ടൈപ്പ് എന്നതിന്റെ വാല്യൂ എന്നതിന് ഉള്ളിലാണ്. ഇത് വളരെ ഉപയോഗപ്രദവും യൂസർ ഫ്രണ്ട്ലിയും ആണ്. ശരി, ഇല്ലെങ്കിൽ സക്സസ് എച്ചോ ചെയ്യുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു വിജയകരമായ ഫോം നൽകിയിട്ടില്ല. അതിനാൽ ഞാൻ അലക്സ് ഗാരറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയും എന്റെ പാസ്വേഡ് 6 charactersനും 25 charactersനും ഇടയിലാണ്. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഒരു എറർ മെസ്സേജ് നമുക്ക് കാണാം. പാസ്വേഡ് സ്ട്രിംഗ് ലെങ്ത് 25 ആണെങ്കിൽ നമ്മൾ ഒരു എറർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പാസ്വേഡിന്റെ സ്ട്രിംഗ് ലെങ്ത് 6 നേക്കാൾ കുറവാണ്.
പാസ്വേഡ് മതിയാകും. പക്ഷേ നമ്മൾ പ്രശ്നത്തിൽ പെട്ടുപോയി. നമ്മുടെ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്ത വാല്യൂ ആണെന്നും ഞങ്ങളുടെ MD5 എൻക്രിപ്റ്റ് ചെയ്ത സ്ട്രിംഗ് വളരെ വലുതാണെന്നും തിരിച്ചറിഞ്ഞു. ഇത് 25 ക്യാരക്ടേഴ്സിനേക്കാൾ വളരെ വലുതാണ്. പിന്നെ പേജ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കോഡിന്റെ ബ്ലോക്ക് എടുക്കുക, അത് മുറിച്ച് താഴേക്ക് കൊടുക്കുക, രജിസ്റ്റർ ദ യൂസർ എന്ന് ചെയ്യുക. അതിനാൽ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലുള്ള എററുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഡിലേക്ക് പോകുക, അവയെ നോക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എച്ചോ എന്നതുപോലുള്ള ഡീബഗ് പ്രോസസ് നിങ്ങളുടെ കോഡിന് ഇടയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ എന്റെ ഫോമിലേക്ക് തിരികെ പോകും. ഞാൻ എന്റെ ശരിയായി ആക്സെപ്റ്റബിൾ ആയ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുന്നു. രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സക്സസ് മെസ്സേജ് ലഭിച്ചു. അതിനാൽ കോഡ് പരിശോധിക്കുന്നത് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയുവാൻ സഹായിക്കുന്നു. ഇവ മനസ്സിലാക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കോഡ് നോക്കിയ ശേഷം റെസ്യൂം ചെയ്യും. വ്യൂവേഴ്സിനെ നിലനിർത്തുവാൻ എനിക്ക് ഇഷ്ടമല്ല. അതിനാൽ നിങ്ങൾക്കും ഉടനെ തന്നെ നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാകും. അതിനാൽ നമ്മുടെ സക്സസ് നേടി. ഇപ്പോൾ ഓപ്പൺ അവർ ഡാറ്റാബേസ് എന്ന് പറയും. ഇത് ചെയ്യുവാൻ നമുക്ക് കണക്ട് വേരിയബിൾ ആവശ്യമുണ്ട്. ഇത് ചെയ്യരുത്. എന്റെ SQL കണക്ട് എന്ന് പറയുന്നു. എന്റെ കമ്പ്യൂട്ടറും റൂട്ടും ലോക്കൽ ഹോസ്റ്റ് സെർവറിലേക്ക് ആഡ് ചെയ്യുന്നു. എന്റെ പാസ്വേഡ് ഒന്നുമില്ല. ഞാൻ MySQL സെലക്ട് DB എന്ന് പറയും. ഇത് നമ്മുടെ ഡാറ്റാബേസ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നു. സെലക്ട് ഡാറ്റാബേസ് എന്ന് പറയുന്നു. ഇത് വ്യക്തമാണെങ്കിലും PHP ലോഗിൻ ആണ്. ഞാൻ ഒരു ക്വറി തരും. ക്വറി രജിസ്റ്റർ MySQL ക്വറി എന്നതിന് ഈക്വൽ ആണ്. ട്യൂട്ടോറിയലിന്റെ പ്രധാന ഭാഗമാണ്. ഇത് ശരിക്കും നമ്മുടെ വാല്യൂസ് ടൈപ്പ് ചെയ്യുകയും നമ്മുടെ യൂസർ നെയിം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസെർട്ട് ഇൻടു യൂസേഴ്സ് എന്ന് കാണാം. ഇവിടെ തിരികെ പോകുമ്പോൾ നമ്മുടെ PHP ലോഗിൻ എന്ന പട്ടിക തിരഞ്ഞെടുത്തു. അതിനാൽ MySQL സെലക്ട് DB PHP ലോഗിൻ എന്ന് തിരഞ്ഞെടുക്കുക. ഡാറ്റാബേസിലെ ടേബിളിൽ യൂസേഴ്സിനെ ഇൻസെർട്ട് ചെയ്യുന്നു. വാല്യൂസ് ബ്രാക്കറ്റുകൾ ടേബിളിന്റെ ഓരോ വാല്യൂവും നമ്മൾ പറയും. ഓരോ ഫീൽഡും ടേബിളിൽ ഉൾപ്പെടുന്നു. നമ്മൾ ഇവിടെ തിരിച്ചെത്തി ബ്രൗസ് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ID, നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റ് എന്നിവ കിട്ടി. 1, 2, 3, 4, 5 അങ്ങനെ. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5 ആവശ്യമാണ്. അവസാന ട്യൂട്ടോറിയലിലെ പോലെ ID ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓർഡർ വളരെ പ്രധാനമാണ്. നമ്മുടെ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നെയിം, യൂസർ നെയിം എന്നിവയാണ്. ഇത് പാസ്വേഡ് ആണ്. ഈ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് പരിശോധനയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഡേറ്റ് ആകും. ഇവിടെ വേരിയബിളുകൾ ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ ഫുൾ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റ് എന്നിവ ഉണ്ട്. നമുക്കിത് ഫുൾ നെയിം എന്ന് മാറ്റാം. ശരി, അങ്ങനെ വർക്ക് ചെയ്യണം. ഇത് ചെയ്തതിനു ശേഷം യു ഹാവ് ബീൻ രജിസ്റ്റേർഡ് എന്ന് പറയും. സത്യത്തിൽ ഡൈ എന്ന് ഞാൻ പറയും. യു ഹാവ് ബീൻ രജിസ്റ്റേർഡ്. റിട്ടേൺ ടു ലോഗിൻ പേജ്. യൂസർ ലോഗിൻ ചെയ്യാൻ കഴിയുന്ന index.page ആയി പുറത്തേക്ക് ലിങ്ക് മാറ്റുക. ഇവിടെ ഒരു സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്റെ മുൻപത്തെ പേജ് ആണ്. നമുക്ക് അലക്സ് ഗാരറ്റ് എന്ന് പറയാം. യൂസർ നെയിം അലക്സ് ആയും നിങ്ങളുടെ പാസ്വേഡ് ആയും തിരഞ്ഞെടുക്കുക. യു ഹാവ് ബീൻ രജിസ്റ്റേർഡ്. റിട്ടേൺ ടു ലോഗിൻ പേജ് എന്ന് കാണാം. ഇപ്പോൾ എന്റെ ബ്രൗസ് പരിശോധിക്കുന്നു. അലക്സ് ഗാരറ്റ് എനിക്ക് കിട്ടിയതായി കാണാം. എന്റെ ID 3 ആണ്. യൂസർ നെയിം അലക്സ് ആണ്. എന്റെ പാസ്വേഡ്, എൻക്രിപ്റ്റ് ചെയ്ത പാസ്വേഡ് എന്നിവ ഡേറ്റ് ആണ്. അടുത്ത ഭാഗത്ത് കുറച്ചു കാര്യങ്ങൾ കാണിച്ചു തരാം. ലോഗിൻ പ്രോസസ് പരിശോധിക്കുക. ഞാൻ അവിടെ കാണും. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ.